സാധാരണ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും 1,00,000 പുറത്ത് വില വരും. ഇവിടെ ലെനോവോ പുറത്തിറക്കിയിരിക്കുന്ന ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിന് അത്രയൊന്നും വിലയില്ല. ഇതൊരു മികച്ച ഗെയിമിംഗ് ലാപ്ടോപ്പ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ലെനോവോയുടെ ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ സവിശേഷതകൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ലാപ്ടോപ്പിന്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലെനോവോയും അതുപോലെ ഇന്റലും ചേർന്നുകൊണ്ടാണ്. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡലിന്റെ പേര് ലെനോവോ ലോക്ക് 15IAX9 എന്ന് പറയുന്ന മോഡൽ നെയിമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ എല്ലാവിധ ലുക്കും ലെനോവോ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ലെനോവോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ LOQ എന്ന് ഇതുപോലെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഇതുപോലെ ഒറ്റ വിരൽ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിന് ഏകദേശം ഒരു 180 ഡിഗ്രി വരെ നമുക്ക് ഇതുപോലെ ടിൽറ്റ് ചെയ്യാനും ഈ ഒരു ഡിസ്പ്ലേ സാധ്യമാണ്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ബാക്കിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പോർട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ പോർട്ട്, അതുപോലെ USB-A പോർട്ട്, ഒരു RJ45 പോർട്ട്, ഇവിടെ ഒരു HDMI പോർട്ട്, വീണ്ടും ഒരു A പോർട്ട് തുടങ്ങിയ കാണാം. വല സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു USB പോർട്ട്, ഒരു കോംബോ ഓഡിയോ ജാക്ക് കാണാം. അതുപോലെ ഇതൊരു പ്രൈവസി ഷട്ടറാണ്. അതായത് ഇതിന്റെ വെബ് ക്യാമറ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവിടെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്ത് വെക്കാനുമുള്ള ഒരു പ്രൈവസി ഫിസിക്കൽ ഷട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ Type-C പോർട്ടും ഇവിടെ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിരവധി എയർ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ രണ്ട് സൈഡിലും എയർ ഫ്ലോ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നിരവധി എയർ വെന്റുകൾ നമുക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. അഥവാ ഒന്ന് ചൂടായാലും ആ ചൂടിനെ പുറത്തേക്ക് നല്ല രീതിയിൽ കളഞ്ഞുകൊണ്ട് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം എയർ വെന്റുകൾ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ആ ഒരു ലുക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും നൽകുന്ന തരത്തിലുള്ള ലുക്കാണ് ലെനോവോ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം എയർ ഫ്ലോ വെന്റുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ തെർമൽസ് ഒക്കെ വളരെ കുറച്ച് നിർത്തിക്കൊണ്ട് മികച്ച ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇത്രയധികം എയർ വെന്റുകൾ ഈ ഒരു ലാപ്ടോപ്പിനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയധികം എയർ ഫ്ലോ വെന്റുകൾ ഉണ്ടെങ്കിലും ഈ ഒരു ലാപ്ടോപ്പ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് അധികം സൗണ്ടോ ഫാൻ സ്പീഡോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഒരു ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെനോവോയുടെ ഒരു ഗെയിമിംഗ് DNA നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അവർ ഈ ഒരു ലാപ്ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പ് 11 വ്യത്യസ്തങ്ങളായിട്ടുള്ള മിലിറ്ററി ഗ്രേഡ് ടെസ്റ്റുകൾ പാസ്സായ ഒരു ലാപ്ടോപ്പാണ്. അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡ്യൂറബിലിറ്റി തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് കയ്യിൽ പിടിക്കുമ്പോഴും കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ പവർ ബട്ടൺ നോക്കി ആ ഒരു ലോക്കിന്റെ ആ ഒരു ലോഗോ രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെന്റർ ഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ സൈസ്ഡ് കീബോർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂമറിക് പാഡ് ഡെഡിക്കേറ്റഡ് ആയി നൽകിയിരിക്കുന്നു. അതുപോലെ ഒരു വലിയ ട്രാക്ക് പാഡ് ഏരിയയും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ കീബോർഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പിംഗ് ഒക്കെ വളരെ സുഖപ്രദമാണ്. 1.5 കീ ട്രാവൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെഡിക്കേറ്റഡ് ന്യൂമറിക് പാഡ് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 15.6 ഇഞ്ചിന്റെ ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ഡിസ്പ്ലേ ഡയറക്റ്റ് വീണ് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഗ്ലെയർ തീരെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ കാര്യം. അതുപോലെ 100% sRGB ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കളർ ആക്യുറസി എന്ന് പറയുന്നത് പക്കയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. വീഡിയോ എഡിറ്റിംഗ് അതുപോലെ ഫോട്ടോഷോപ്പ് പോലുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ഈ ഒരു ലാപ്ടോപ്പ് അതുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു പവർഫുൾ ലാപ്ടോപ്പ് തന്നെയാണ്. 300 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിന് 144 ഹെർട്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഡിസ്പ്ലേയിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വളരെ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഡിസ്പ്ലേ വഴി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന് ഇത്രയധികം റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ലെനോവോയുടെ സ്മാർട്ട് ടെക്നോളജിയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലെനോവോ ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറഞ്ഞാൽ ഇതിനകത്ത് AI-യുടെ പല ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കാണാൻ സാധിക്കും. അത്തരം AI ഫീച്ചേഴ്സിന് വേണ്ടി ഇതിനകത്ത് ഒരു ഡെഡിക്കേറ്റഡ് AI ചിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ലെനോവോ എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അത്തരത്തിൽ LA എന്ന് പറയുന്ന പേരിലാണ് ഡെഡിക്കേറ്റഡ് AI ചിപ്പ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലെനോവോയുടെ ഇത്തരത്തിലുള്ള AI എഞ്ചിനും ഈ ഒരു ഡെഡിക്കേറ്റഡ് AI ചിപ്പും എല്ലാം ചേർന്നുകൊണ്ട് ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകാൻ ഈ ഒരു ലാപ്ടോപ്പിൽ സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റൽ കോർ i5 എന്ന ലേറ്റസ്റ്റ് ഇന്റൽ കോർ പ്രോസറാണ് ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത്. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിന് 4 പെർഫോമൻസ് കോറുകളും അതുപോലെ 4 എഫിഷ്യൻസി കോറുകളും ചേർന്നുകൊണ്ടുള്ള 8 കോറും അതുപോലെ 12 ത്രെഡും ചേർന്നുകൊണ്ടുള്ള ഒരു മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു പ്രോസസർ ഈ ഒരു ലാപ്ടോപ്പിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിലെ പെർഫോമൻസ് കോറുകൾക്ക് 4.4 GHz വരെയുള്ള ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എഫിഷ്യൻസി കോറുകൾക്ക് 3.1 GHz വരെയുള്ള ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാനും ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്ന ഇന്റൽ കോർ i5 എന്ന് പറയുന്ന പ്രോസസർ ഒരു മികച്ച ഗെയിമിംഗിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. അതിനോടൊപ്പം ഈ ഒരു AI എക്സ്പീരിയൻസ് കൂടി സമ്മാനിക്കുമ്പോൾ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അത്രയും മികച്ച ഒരു ഹൈ പെർഫോമൻസ് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് നൽകുമ്പോഴും ഇതിന്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ.
അപ്പോൾ ലോ പവർ പ്രോസസ്സിംഗ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ ഇത്രയും മികച്ച ഹൈ പെർഫോമൻസ് നടക്കുമ്പോഴും ഈ ഒരു ലാപ്ടോപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 4 പെർഫോമൻസ് കോറുകളും അതുപോലെ 4 എഫിഷ്യൻസി കോറും ചേർന്നുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രോസസർ വഴി ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് ഈ ഒരു ലാപ്ടോപ്പിനെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് 12GB അതും DDR5 റാം ആണ് ഇതിന് കരുത്ത് പകരുന്നത്. കൂടാതെ ഈ ഒരു ലാപ്ടോപ്പിൽ 512GB SSD ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡ് റൈറ്റ് സ്പീഡൊക്കെ വളരെ ഫാസ്റ്റ് ആണ്. അതുപോലെ ഇതിന്റെ ബൂട്ടിംഗ് ഒക്കെ വളരെ വേഗത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പെർഫോമൻസ് ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ ടോപ്പ് നോച്ച് ആണെന്ന് പറയേണ്ടി വരും. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മികച്ച ഒരു പെർഫോമൻസ്, അതായത് ഇതിന്റെ പ്രോസറും റാമും ആ ഒരു SSD ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മികച്ച പെർഫോമൻസ് തന്നെ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും ഗെയിമുകളുടെ ലോഡിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാകുന്നത്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഡൈനാമിക് പവർ ഷെയറിംഗ് ടെക്നോളജി നൽകിയിട്ടുണ്ട്. അതായത് CPU GPU എവിടെയാണ് ഏറ്റവും കൂടുതൽ പവർ വേണ്ടുന്നത് അവിടേക്ക് പവർ അലോക്കേറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇത്തരത്തിൽ ഡൈനാമിക് പവർ ഷെയറിംഗ് ടെക്നോളജി. അതെല്ലാം ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പെർഫോമൻസ് ഏറ്റവും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും ലഭിക്കും. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിന് മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടി ഇന്റലിന്റെ HM670 എന്ന ചിപ്സെറ്റും NVIDIAയുടെ GeForce RTX 2050 എന്ന 4GB കപ്പാസിറ്റി ഉള്ള GDDR6 ഗ്രാഫിക്സ് കാർഡും ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡുവൽ ചിപ്പ് സംവിധാനം ഇന്റൽ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു വെബ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 720p റെസൊല്യൂഷനുള്ള ഒരു വെബ് ക്യാമറയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. മികച്ച ക്വാളിറ്റിയുള്ള വീഡിയോ കോളിങ്ങിനൊക്കെ ഈ ഒരു വെബ് ക്യാമറ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു വെബ് ക്യാമറയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഒരു ഫിസിക്കൽ ബട്ടൺ അതിന്റെ ഒരു പ്രൈവസി ഷട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. വെറും 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ തന്നെ 40% ചാർജാണ് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് എത്തുന്നത്. അതുപോലെ വെറും 30 മിനിറ്റ് കൊണ്ട് 80%ത്തിലേക്കും 60 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാനും ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാണ്. 135 വാട്ടിന്റെ ഇത്തരം ഒരു ചാർജറാണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം ബണ്ടിൽ ചെയ്ത് വരുന്നത്. ടൈപ്പ് സി ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിംഗ് സപ്പോർട്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. 60 വാട്ട് അവറിന്റെ 4 സെൽ ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിന് പവർ നൽകുന്നത്. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഇന്റൽ വൈഫൈ 6E ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിന്റെ വെർഷൻ 5.3 ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് സാധ്യമാണ് ഈ ഒരു ലാപ്ടോപ്പിൽ. ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിലൂടെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനായാലും സ്ട്രീമിങ്ങിനായാലും ഒക്കെ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി നമ്മെ ഭയങ്കരമായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതൊരു AI ബേസ്ഡ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിന്റെ ടീംസ് അതുപോലെ വെബ്എക്സ് തുടങ്ങിയ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡിയോ ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കും. നമ്മളുടെ വീഡിയോകൾ AIയുടെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമെങ്കിൽ ബ്ലെയർ ചെയ്തുകൊണ്ട് ലൈറ്റിംഗ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മികച്ച വീഡിയോ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു AI എൻഹാൻസ്മെന്റും വീഡിയോ കോളിൽ ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പിന്റെ ഒക്കെ ലേറ്റസ്റ്റ് വെർഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AI ബേസ്ഡ് ആണ് പുതിയ ഫോട്ടോഷോപ്പിന്റെ വെർഷനൊക്കെ. ആ ഫോട്ടോഷോപ്പ് പോലുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് മികച്ച രീതിയിൽ അതിന്റെ AI വർക്ക് ചെയ്യുന്നതിന് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് AI സങ്കേതങ്ങളും സഹായിക്കും. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലെനോവോയുടെ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനുള്ള ഒരു ഓഫർ ഇപ്പോൾ നൽകുന്നുണ്ട്. ലെനോവോയുടെ lenovo.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലെനോവോയുടെ ഐഡിയ പാഡ്, യോഗ, ഫ്ലെക്സ്, ലീജിയൻ, ലോക്ക് തുടങ്ങിയ നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെനോവോയുടെ ലാപ്ടോപ്പുകൾ നമുക്ക് വാങ്ങാം. ആ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ലോക്ക് എന്ന് പറയുന്ന സീരീസ് ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ അതും കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനുമായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാം എന്നുള്ളതും പ്രത്യേകതയാണ്. അതായത് ഇപ്പോൾ റാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിനകത്തുള്ള ഇന്റർണൽ SSD, അതുപോലെ പ്രോസസർ അപ്ഗ്രേഡ്, അങ്ങനെയുള്ള പല അപ്ഗ്രേഡുകളും നമുക്ക് ഈ ഒരു കസ്റ്റമൈസേഷൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ lenovo.comൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചില സെലക്ടഡ് ലൊക്കേഷനുകളിൽ വെറും 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് അവർ ഡെലിവറി ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. 1 വർഷത്തെ വാറന്റി ഉള്ള ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വിൻഡോസ് 11 ഹോം എഡിഷൻ ആണ് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ലെനോവോയുടെ 15iX9 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡലിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 61,491 രൂപ മുതലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ വേരി ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൈസിംഗും അതുപോലെ ഈ ഒരു ലാപ്ടോപ്പ് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങണമെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് കൃത്യമായി കൊടുത്തിരിക്കാം. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് തന്നെ കസ്റ്റമൈസ് ചെയ്ത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ സാധിക്കും.